ഹായ്, എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക വരട്ടിയത് വെച്ചിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ 3 ശർക്കര എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഉരുക്കിയെടുക്കാം. അതുപോലെ തന്നെ 1 കപ്പ് പച്ചരി കുതിർത്തെടുത്തത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചക്ക വരട്ടി, ഇതൊരു 3 ടേബിൾ സ്പൂൺ ചക്ക വരട്ടിയതാണ്. ഞാനിപ്പോൾ കഴിഞ്ഞ കൊല്ലം ചക്ക വരട്ടി വെച്ചതാണ്, അതാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ചക്ക വരട്ടിയ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ചക്ക വരട്ടി ഞാൻ ശർക്കരയൊക്കെ ഇട്ടിട്ട് വരട്ടിയെടുത്തതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 3 അച്ച് ശർക്കര എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ അരി ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഒന്ന് അരിഞ്ഞതിന് ശേഷമാണ് ചക്ക വരട്ടിയത് ഇട്ട് കൊടുക്കുന്നത്. ഇനി ശർക്കര പാനി അരിച്ചെടുത്തതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറു ചൂടിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. കുറച്ചേ ഞാൻ ശർക്കര പാനി ഒഴിക്കുന്നുള്ളൂ. ഇനി അരച്ചെടുത്തിട്ട് ബാക്കി ശർക്കര പാനിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കട്ടിക്കാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ള ശർക്കര പാനിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചുക്ക് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് എള്ള്, ഞാനിതിലേക്ക് ബേക്കിംഗ് സോഡ അപ്പസോഡ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല, അല്ലാതെ തന്നെ നല്ല സോഫ്റ്റായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാവും. അപ്പോൾ ഞാൻ എള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കാം. റവ വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാൻ അരി അരച്ചപ്പോൾ കുറച്ച് നല്ലപോലെ നരഞ്ഞു പോയി, അപ്പോൾ ഒരു ചെറിയ തരിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ റവ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ശർക്കര പാനിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ആ റവയൊക്കെ ഒന്ന് കുതിർന്ന് വന്നാൽ ചിലപ്പോൾ വെള്ളം ഉണ്ടാവില്ല, അപ്പോൾ വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് മാവ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു 2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊരു 2 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഇനി വെള്ളമൊന്നും ആവശ്യമില്ല, പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുക്കുന്നത്. ചെറുതാക്കി നുറുക്കിയെടുത്ത തേങ്ങാക്കൊത്താണ്, ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നെയ്യിലൊന്നും വറുക്കാതെയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്തൊക്കെ വറുത്തിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാനൊരു ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ ഇതൊരു സൈഡ് മൂത്താൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്കിനി മെല്ലെ ഒരു പപ്പടം കോല് വെച്ചിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടുത്തെ മുഴുവനും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സൈഡും കൂടെ ഒന്നായാൽ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. രണ്ട് സൈഡും നല്ലപോലെ ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ബാക്കി എല്ലാതും ഇതേപോലെ ചെയ്തെടുക്കാം. ചക്ക കിട്ടുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വരട്ടിയ ചക്ക തന്നെ വേണമെന്നില്ല, പഴുത്ത ചക്ക വെച്ചിട്ടും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ വീട്ടിലെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക വരട്ടിയത് വെച്ചിട്ടുള്ള ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. മറക്കാതെ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം. താങ്ക്